അണ്ടർ-20 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. പുരുഷ ജാവലിൻ ത്രോയിൽ ഉത്തർപ്രദേശ് താരം ആശിഷ് യാദവാണ് രാജ്യത്തിനായി വെള്ളി നേടിയത്. ഫൈനലിൽ 74.09 മീറ്റർ ദൂരം പിന്നിട്ടാണ് 19-കാരനായ ആശിഷ് യാദവ് രണ്ടാം സ്ഥാനത്തെത്തിയത്. 80.50 മീറ്റർ ദൂരം കണ്ടെത്തിയ ദക്ഷിണാഫ്രിക്കയുടെ ജാൻ ഹെൻറിക് ഹെയ്മാനാണ് സ്വർണം നേടിയിരിക്കുന്നത്. അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന രണ്ടാമത്തെ താരമായി അങ്ങനെ ആശിഷ് യാദവ് മാറിയിരിക്കുന്നു. 2016 സ്വർണം നേടിയ നീരജ് ചോപ്രയ്ക്ക് പിന്നാലെയാണ് ഈ നേട്ടം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം 400 മീറ്ററിൽ മലയാളി താരം മുഹമ്മദ് അഷ്ഫാഖിന് 8ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. 46.20 സെക്കൻഡിലാണ് 18-കാരൻ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 400 മീറ്റർ ഫൈനലിലെത്തുന്ന ആദ്യ മലയാളി താരമെന്ന നേട്ടവും അഷ്ഫാഖ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ റൗണ്ടിൽ 45.81 സെക്കൻഡിൽ ഓടിയെത്തിയാണ് താരം സ്വന്തം ദേശീയ റെക്കോർഡ് തിരുത്തിയത്. സെമി ഫൈനലിലും മികച്ച പ്രകടനം പുറത്തെടുത്ത് തന്നെയാണ് അഷ്ഫാഖ് ഫൈനലിലേക്ക് കടന്നത്. ഫൈനലിൽ അമേരിക്കയുടെ ജെയ്ഡൻ ഡിലിയോൺ 44.47 സെക്കൻഡിൽ സ്വർണം നേടി. അമേരിക്കയുടെ തന്നെ ക്വിൻസി വിൽസൺ വെള്ളിയും ദക്ഷിണാഫ്രിക്കയുടെ ലീഡർ കൊക്കോമോർ വെങ്കലവും സ്വന്തമാക്കി. തൃശൂർ പൊരിഞ്ഞനം സ്വദേശിയായ മുഹമ്മദ് അഷ്ഫാഖിന്റെ പ്രകടനം മലയാളി കായിക രംഗത്തിനും വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. നീരജ് ചോപ്രയ്ക്ക് പിന്നാലെ ജാവലിനിൽ ലോകവേദിയിൽ ഇന്ത്യയുടെ മറ്റൊരു മെഡൽ കൂടി സ്വന്തമാക്കിയതിലുള്ള സന്തോഷമാണ് ഇപ്പോൾ ഏവരും പങ്കുവയ്ക്കുന്നത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളുടെ മികച്ച മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.